ഹായ് ഫ്രണ്ട്സ്, ഇതൊരു പോർട്രേറ്റാണ്. അതും ടൈറ്റാനിക്കിലെ റോസാണ്. വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കഥാപാത്രമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വേഗതയിൽ തന്നെയാണ് അത് പെട്ടെന്ന് നമുക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഔട്ട്ലൈനിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഞാൻ നമ്മൾ സാധാരണ പോർട്രേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും മുകൾ ഭാഗം തൊട്ട് അത് നല്ലൊരു പോസിലുള്ളൊരു ഫേസ് കട്ടായിരുന്നു. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പിക്ചർ പോലെ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് അത് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും പോർട്രേറ്റിന് സെലക്ട് ചെയ്താലും അതനുസരിച്ചുള്ളൊരു പിക്ചർ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാനത് സെലക്ട് ചെയ്തപ്പം എനിക്ക് വളരെ ക്യൂട്ടായിട്ട് തോന്നിയൊരു ഫേസ് കട്ടായിരുന്നു. അത് ഞാൻ വളരെ വേഗതയിൽ തന്നെ ഏറ്റവും മുകൾ ഭാഗത്ത് ആ ഒരു ഹെയറിൻ്റെ സൈഡോട്ടുള്ള ലൈൻ ഇട്ട്, അതുപോലെ തന്നെ കണ്ണ്, അത് ഐബ്രോ, അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ ഒരു നോസും ആ ഒരു ചുണ്ടും അതേപോലെ കറക്റ്റായിട്ട് നമുക്കത് ഔട്ട്ലൈൻ ഇട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ പല പോസുകളുണ്ട്. അപ്പം വ്യത്യസ്തമായിട്ടുള്ള പല പോസുകളാണുള്ളത്. അപ്പം നമുക്കത് കറക്റ്റായിട്ടുള്ള എനിക്ക് ഒരുപാട് ക്യൂട്ടായിട്ട് തോന്നിയൊരു ഫേസ് കട്ടാണ് ഞാനത് ചെയ്തെടുത്തത്. അതെല്ലാം ഔട്ട്ലൈനൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ ഇട്ടതിന് ശേഷം അക്രിലിക് കളറിൻ്റെ ബോഡി കളർ മാത്രമാണ് നമ്മൾ ആദ്യമേ. അതൊരു പിങ്ക്, ആ റോസിൻ്റെ പേര് പോലെ തന്നെയാണ്, ഫുള്ളി ഒരു റോസ് കളറായിട്ട്. അപ്പം ഈ നമ്മളെ ബോഡി കളറിൽ ലേശം റെഡ് മിക്സ് ചെയ്ത് പിങ്ക് കളറാക്കിയാണ് അതിൻ്റെ ഷെയ്ഡെല്ലാം കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ആ ഒരു ചുണ്ടും അതുപോലെ തന്നെ നമുക്ക് ആ ചുണ്ട് അതേപോലെ നമുക്ക് ഒപ്പിയെടുക്കാമെങ്കിൽ അതിൽ കൂടുതലൊന്നുമില്ല. എങ്ങനെയൊക്കെയാണോ അവിടെ ഷെയ്ഡ് കിടക്കുന്നത്, എങ്ങനെയൊക്കെയാണോ ഒരു ലൈൻ കിടക്കുന്നത്, അതുപോലെ നമ്മളത് ചെയ്തെടുക്കാമെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ചുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഷെയ്ഡ് ഇട്ടെടുക്കാം. അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളും കണ്ണും ഐബ്രോയും മൂക്കും ആ ചുണ്ടും ആ താടിയും ആ ജോയും ഇതെല്ലാം നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. എവിടെയൊക്കെയാണോ ആ ഷെയ്ഡ് ഉള്ളത് അവിടെയെല്ലാം നമുക്ക് ആ ഒരു ഷെയ്ഡ് കൊടുത്ത് നമുക്ക് പെർഫെക്റ്റ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ക്യൂട്ടായിട്ടുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നത്. അപ്പം ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് നമുക്കെടുക്കാം. അക്രിലിക് കളർ എന്ന് വെച്ചാൽ ദ ബെസ്റ്റ് കളർ തന്നെയാണ്. ഓയിൽ പെയിൻറ്റിനേക്കാളും ബെസ്റ്റ് എന്ന് തന്നെ പറയാം. ഓയിൽ പെയിൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കാതൊന്ന് കറക്റ്റ് ചെയ്ത് അതൊന്ന് ഡ്രൈ ചെയ്ത് വരാനായിട്ട്. ഇതെന്ന് വെച്ചാൽ അതൊന്നുമില്ല, ഒരു 2 മിനിറ്റിനകം നമ്മളിപ്പോൾ ഒരു കളർ ചെയ്താൽ അത്രയും വേഗതയിൽ തന്നെ അത് ഉണങ്ങിയെടുക്കുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്ത് നല്ല പ്രാക്ടീസ് ആണെങ്കിൽ അക്രിലിക് കളറിൽ കൂടുതൽ വേറൊരു കളറും ഇല്ലെന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു പോർട്രേറ്റോടുകൂടി തെളിയിപ്പിച്ചെടുത്തത്. പരസ്യം വേണമെങ്കിലും പറയാം, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഈ അക്രിലിക് കളർ. ഫാബ്രിക്കിൻ്റെ കൂടിയ ഒരു കളറാണ്. കാരണം ഇതിൽ ഞാൻ നല്ല രീതിയിൽ ഒരേപോലെ തന്നെ അത് ചെയ്തെടുത്ത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയതല്ല, നല്ല രീതിയിലൊരു മിസ്റ്റേക്ക് കളർ ഇതിലോട്ട് പടർന്ന് വീണുപോയി. അതോടുകൂടി എൻ്റെ കോൺഫിഡൻറ്റ് ലെവലെല്ലാം അങ്ങ് പോയി. പക്ഷേ അതിൽ നിന്ന് തന്നെ കണ്ടില്ല, ഞാൻ വളരെ വേഗതയിലായിരുന്നു ആ ഒരു ഷെയ്ഡ് ഇട്ടതും. ആ ഒരു മുടിയുടെ എന്ന് വെച്ചാൽ ഗോൾഡൻ ഹെയർ ആണ്. അപ്പോൾ അതനുസരിച്ചുള്ള പെട്ടെന്ന് നമുക്ക് മനസ്സിനിണങ്ങിയത്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഗോൾഡൻ ഹെയർ. അപ്പം പെട്ടെന്ന് ഞാനത് ഷെയ്ഡിട്ട് ചെയ്ത് കറക്റ്റ് ആ ഒരു കണ്ണും ആ ഒരു കണ്ണിൻ്റെ ഷെയ്ഡും പിന്നെ അതുപോലെ തന്നെ ഒരു ഐബ്രോയും ആ കണ്ണിന് ചുറ്റുമുള്ളൊരു ഷെയ്ഡും നമ്മളൊരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എവിടെയൊക്കെയാണോ ആ ഷെയ്ഡുകൾ വരുന്നത് കറക്റ്റ് അതേപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോക്കി ചെയ്യുന്ന ആ ഒരു പോർട്രേറ്റിൽ ആ ഒരു പിക്ചറും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. അത് എന്താ പറയുക, ഒരു പ്രിൻ്റ് ചെയ്ത് എടുക്കുന്നതിന് തുല്യമാണ്. അത്രയും പെർഫെക്റ്റായിട്ട് നമുക്കത് ചെയ്തെടുക്കാമെന്നുള്ളതാണ്. പക്ഷേ എല്ലാം മൈന്യൂട്ടായിട്ടുള്ള ഷെയ്ഡിങ് ആയാലും മൈന്യൂട്ടായിട്ടുള്ള പിന്നെ അതായത് ഓരോ ലൈൻസ് ആയാലും നമ്മൾ അതേപോലെ ചെയ്ത് അതേപോലെ ആ ഒരു കണ്ണിൻ്റെ ഇടയിൽ ആ ഒരു കണ്ണിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ആ കണ്ണിൻ്റെ അകത്ത് ഷെയ്ഡുണ്ട്, അതിൻ്റെ പുറത്ത് ഷെയ്ഡുണ്ട്, ആ കൃഷ്ണമണിയിൽ ഷെയ്ഡുണ്ട്, ആ വൈറ്റ് കൊടുക്കുന്നത് അതെല്ലാം അതേപോലെയാണ് ആ ഒരു പിക്ചറിൽ. ആ പിക്ചറിൻ്റെ അതേപോലെ നമ്മൾ ഇങ്ങോട്ട് പകർത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ആ പകർത്തി വെക്കുന്നത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതാ കണ്ടില്ല, ആ ഒരു ബ്ലൂ കളറാണ് എന്നെ ആകെപ്പാടെ എന്താ പറയുന്നത്, ഞാൻ 1 മണി വരെ ഇത്
ചെയ്യേണ്ട ഒരു അവസ്ഥയായിപ്പോയി. ഒരു സൈഡിലോട്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ട് ഒരു ബ്ലൂ കളർ എടുത്ത് സൈഡിൽ വെച്ചിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആ ഒരു ആദ്യം ചെയ്ത ഒരു പിക്ചറേ അല്ല ഇത്, ഒരു സൈഡിലോട്ട് ആ ഒരു കണ്ണ്, ചുണ്ട്, മൂക്ക് ഇത്രയും ഭാഗത്തോട്ട് അതങ്ങ് പടർന്നു പോയി. പിന്നെ ഞാനത് പെട്ടെന്ന് വെള്ളം യൂസ് ചെയ്ത് പെട്ടെന്ന് അത് തുടച്ച് അതിൻ്റെ ഒരു ഡാർക്ക്നെസ് മാറ്റി ലൈറ്റാക്കി വീണ്ടും അതിൻ്റെ മുകളിൽ ഞാൻ ഔട്ട്ലൈൻ, അതായത് കളർ കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത് ആ പല്ലിൻ്റെ അടിയിൽ കംപ്ലീറ്റ് ഞാനത് മാറ്റേണ്ടി വന്നു. എൻ്റെ ഫുൾ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വിഷമമായിപ്പോൾ. ആദ്യമായിട്ടാണ് ഒരു പോർട്രേറ്റ് ഇത്രയും വിഷമത്തോടെ ഞാൻ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അതെടുത്ത് മാറ്റണം എന്ന് തോന്നി. പക്ഷേ എനിക്ക് ആ ഒരു ക്യൂട്ട്, അതായത് ആ ഒരു റോസിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കതിനെ കളയാൻ തോന്നിയില്ല. അതെങ്ങനെയെങ്കിലും എത്ര ഇരുട്ടിയാലും ശരി തന്നെ അത് കറക്റ്റ് ചെയ്തെടുക്കുമെന്നുള്ള ഒരു കോൺഫിഡൻറ്റോടുകൂടി ഞാനിത് ചെയ്ത് എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു. കാരണം ഞാൻ അത്ര വിഷമിച്ചാണ് ഞാനിത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല. ആ ബ്ലൂ കളർ കംപ്ലീറ്റ് പഴയ ഒരു ഫേസേ അല്ല, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ഒരു കണ്ണ് ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങ് പടർന്നു പോയിരുന്നു. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു അക്ലി കളർ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അതിനൊരു സല്യൂട്ട് തന്നെ കൊടുക്കുന്നു. അത്രയ്ക്ക് ക്യൂട്ടായിട്ടുള്ളത്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത ഈ ഒരു അക്ലി കളർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് ഒരുപാട് ഞാനത് തിരുത്തേണ്ടി വന്നു. കംപ്ലീറ്റ് ആ ഒരു സൈഡ് പോസ് കംപ്ലീറ്റ് മാറ്റേണ്ടി വന്നു. അത് കാരണം, അതായത് ആ ഒരു മൗത്തിൻ്റെ അകത്ത് ആ ഒരു പല്ലും ചുണ്ടും മൂക്കും കണ്ണും പൊസിഷനും എല്ലാം മാറ്റി മറ്റൊരു ഫേസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നെന്നുള്ളതാണ്. കാരണം നമ്മുടെ മനസ്സിൽ ആ ഒരു ഫേസ് അത്രയ്ക്ക് പതിഞ്ഞു പോയതുകൊണ്ട് എനിക്കത് തിരുത്തി ചെയ്തെടുക്കാൻ പറ്റി. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ ഇത് കണ്ട എല്ലാവരുടെയും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നു. കാരണം 1 മണിവരെ ഞാനതിരുന്ന് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യേണ്ടെന്ന് പോലും ഞാൻ വിചാരിച്ചു പോയി. കാരണം ഒന്നേന്നും പറഞ്ഞ് ഞാനത് വീണ്ടും പെയിൻറ്റ് ചെയ്യേണ്ടി വന്ന ആ ഒരു ബ്ലൂ കളർ കംപ്ലീറ്റ്. അത് സാധാരണ വാട്ടർ കളർ ആയിരുന്നെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അക്ലി കളർ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ചെയ്ത ആ മുടിയും എല്ലാം കംപ്ലീറ്റ് മാറ്റി. ആ ഫേസ് കട്ട് പോലും കംപ്ലീറ്റ് മാറ്റിയെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വിഷമം വന്ന്. കാരണം നമ്മളെ മനസ്സിൽ നമ്മൾ അത്രത്തോളം അത് ഉൾക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ നമുക്കത് അത്രത്തോളം സങ്കടവും വന്നു പോയിരുന്നു. എനിക്കത് അത് കീറിക്കളയാൻ പോലും ഞാൻ തോന്നിയതാണ്. പക്ഷേ എങ്ങനെ ആയാലും ഇരുട്ടിയാലും വെളുത്താലും അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ള ഒറ്റ കോൺഫിഡൻറ്റോടുകൂടി ഞാൻ ഇരുന്നത്. വീണ്ടും എൻ്റെ മോള് പോലും പറഞ്ഞു, അമ്മ അത് വിട്ടേക്ക്, വേറൊരു പേപ്പറിൽ ചെയ്യാൻ പറഞ്ഞില്ല. എത്രത്തോളം അത് ചെയ്യാൻ പറ്റും, അതിനെ മാറ്റിയെടുക്കാൻ പറ്റും, അത്രത്തോളം ഞാൻ കളർ വെച്ച് തന്നെ അത് ചെയ്തെടുക്കുമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയുന്നു. അതിന് 1.1K വ്യൂസ് എനിക്ക് ഷോർട്സിന് കിട്ടി. അത്ര പോലും കിട്ടൂലെന്ന് തന്നെ ഞാൻ വിചാരിച്ച്. അത്രയും വിഷമം ഉണ്ടായിരുന്നു. ഉണ്ടല്ല ആ ഒരു ചുണ്ട്, ആ ഒരു വായുടെ കംപ്ലീറ്റ് ഭാഗവും മാറ്റി, കംപ്ലീറ്റ് അതെല്ലാം ബ്ലൂ കളറായിപ്പോയി. പക്ഷേ ലൈറ്റ് ബ്ലൂ ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം കൊണ്ട് അതങ്ങ് തുടച്ച് കളഞ്ഞതുകൊണ്ട് ആ ഒരു ഡാർക്ക്നെസ് അതിലോട്ട് വീണില്ല. ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതായിരുന്നു. അബദ്ധവശാൽ ആ ഒരു ബ്രഷിൻ്റെ സൈഡ് കൊണ്ട് തട്ടി ചരിയായിരുന്നു കംപ്ലീറ്റ് ആ ഡ്രസ്സിലോട്ടും. വളരെ വേഗതയിലായിരുന്നു ഞാനത് മറ്റൊരു ഫേസ് ഞാൻ പെട്ടെന്ന് ശരിയാക്കി കൊണ്ടുവന്നത്. അപ്പം വീണ്ടും ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ തന്നെ കളർ കൊണ്ട് ഷെയ്ഡിട്ടും ആ ഫേസ് ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഉണ്ടല്ല അതിൻ്റെ സൈഡിൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ഞാൻ ബ്ലാക്ക് ആക്കിയപ്പോൾ നല്ല എടുപ്പോടുകൂടി തന്നെ വീണ്ടും എനിക്കത് ഫേസ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പം ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു. അത്രയ്ക്ക് വിഷമിച്ചായിരുന്നു ഞാനിത്